നമ്മൾ ഏതായാലും ഇത്രയും സംസാരിച്ചപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടന്റിനെ കുറിച്ച് അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അരുണിന് ഒരു ധാരണയുണ്ടായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കേസ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്യാബിനറ്റ് റാങ്കിലുള്ള ആൾ കൂടിയാണ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ. ഈ കേസിൽ ഇപ്പോൾ ഞാൻ ആ ഇൻ്ററിം ഓർഡറിൻ്റെ ഒരു പാരഗ്രാഫും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ നിജേഷിനോട് സംസാരിച്ചത്. ഇത് ഏതൊക്കെ തരത്തിലാണ് ഒരു തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവിന് എന്ന് താങ്കൾ കരുതുന്നുവെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഈ കോടതിയുടെ നിരീക്ഷണങ്ങളും ഈ ഇടക്കാല ഉത്തരവും അദ്ദേഹത്തിന് തിരിച്ചടിയാവുന്നത്? ഏതൊക്കെ തരത്തിലാണ്? ഇവിടെ പ്രതിപക്ഷ നേതാവ് ഗവൺമെന്റിന്റെ നല്ല പദ്ധതികളെ എല്ലാം എതിർത്തുകൊണ്ട് നിരന്തരം കോടതിയിൽ പോകുന്ന സാഹചര്യം നമ്മൾ നിരവധി കണ്ടു. പ്രതിപക്ഷത്തിന്റെ കടമ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും നിശ്ചിതമായി വിമർശിക്കുക എന്ന രൂപത്തിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചുരുങ്ങിപ്പോയിട്ട് കുറച്ചു നാളായി. പഴയ പ്രതിപക്ഷ നേതാവും ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു. നിരന്തരം ലിറ്റിഗേഷൻ പോയി കോടതിയിൽ നിന്ന് അടിമേടിക്കലായിരുന്നു. പുതിയ പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ അതിലൊരു മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇപ്പൊ AI ക്യാമറ വച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കൂടെ ഒരുമിച്ചാണ് കോടതി പോയത്. അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, പ്രതിപക്ഷ നേതാവായ താങ്കൾക്കും KPCCയുടെ പ്രസിഡന്റിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് തെളിയിക്കാൻ ഒരു അഫിഡവിറ്റ് ഈ ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി ആ കേസ് ഇപ്പം എന്തായി സ്ഥിതി എന്ന് ആർക്കും അറിയില്ല. ഒരു അഫിഡവിറ്റും ഇല്ലാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഈ 2019 കൊടുത്ത ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം 2024 ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട് പോയത് സാധാരണക്കാരനല്ല, മറിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. 5 വർഷം കഴിഞ്ഞ് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് എന്ന് ചോദിച്ചപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ചില ചോദ്യങ്ങളുണ്ട് എന്നതാണ് പറയുന്നത്. ഉത്തരവുണ്ടോ എന്ന് ചോദിച്ചു. അതിന്റെ ഉത്തരവില്ല. സാധാരണ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോഴും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കും. ഗവൺമെന്റ് അതിന് മറുപടി കൊടുക്കും. കുറീസ് ആണ്, അതിന് മറുപടി കൊടുക്കും. അതേ ഉള്ളൂ. അപ്പൊ ആ റിപ്പോർട്ട് കിട്ടിയിട്ട് പോരെ നിങ്ങൾക്ക് ഈ റിപ്പറ്റീഷനായിട്ട് വരാൻ എന്ന് ചോദിച്ച് ഓപ്പൺ കോടതിയിൽ തന്നെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു തെളിവുമില്ലാതെ ഒരു റിപ്പറ്റീഷനുമായി വന്നിരിക്കുകയാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, നമുക്കറിയാം ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ ബെഞ്ചാണ്. ആ ബെഞ്ച് പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് എന്ന് പറയുന്ന സാഹചര്യം ഒന്ന് ആലോചിക്കുക. പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് കൃത്യമായി പ്രതിപക്ഷ നേതാവിനെയാണ് വിളിച്ചത്. അതിലൊന്നും ഒരു അപമാനം അദ്ദേഹം കാണുന്നില്ല. അതിനുശേഷം ലോകായുക്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഒരു പാരഗ്രാഫ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകായുക്തയൊന്നും അതിന്റെ കടമ നിർവഹിക്കുന്നില്ല എന്ന രൂപത്തിൽ. ഇപ്പൊ സാധാരണ ഒരു റിട്ട് പെറ്റീഷൻ എന്താ, ആദ്യത്തെ ദിവസം അഡ്മിറ്റ് ചെയ്യും, എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും. ഇതിൽ 17 എതിർകക്ഷികളുണ്ട്. പക്ഷേ ഒരാൾക്ക് പോലും നോട്ടീസ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഫയലിൽ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, താങ്കൾ പോയി താങ്കളുടെ റിട്ട് പെറ്റീഷനിലെ 58ാമത് പാരഗ്രാഫ് ഒഴിവാക്കി ഈ വരുന്ന ഫെബ്രുവരി മാസം 6-ാം തീയതി തിരിച്ചു വരൂ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് തള്ളിയില്ലല്ലോ എന്നാ. തള്ളിയാൽ ഇത്രയും അപമാനം ഇല്ല. ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ റിട്ട് പെറ്റീഷനിൽ ഇന്ന പാരഗ്രാഫ് ഒഴിവാക്കി ഇങ്ങ് വന്നില്ല എങ്കിൽ കൂടുതൽ ഒബ്സർവേഷൻസ് ഞങ്ങൾക്ക് നടത്തേണ്ടി വരും എന്നാ പറഞ്ഞ്. അങ്ങ് ഈ പാരഗ്രാഫ് വായിച്ചില്ലേ? വി ആർ ഷുവർ ദാറ്റ് ദ പെറ്റീഷണർ who hold the responsible position of leader of the opposition in Kerala Legislative Assembly will look into these aspects and take necessary action so that some remarks being made in future can be avoided. ഭാവിയിൽ ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ പോകുന്ന റിമാർക്സുകൾ, പരാമർശങ്ങൾ ഒഴിവാക്കാൻ ഇതിലെ പ്രധാനപ്പെട്ട പാരഗ്രാഫ് താങ്കൾ ഒഴിവാക്കി തിരിച്ചു വന്നാൽ സാധിക്കും എന്ന രൂപത്തിൽ ഇതുവരെ കേരളത്തിലെ ഒരു നേതാക്കന്മാർക്കും ഹൈക്കോടതിയിൽ നിന്ന് കിട്ടാത്ത തരത്തിലുള്ള പ്രഹരം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏറ്റുവാങ്ങിയിട്ട് എങ്ങനെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഈ കെ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ ഈ കേരളത്തിലെ മുഴുവൻ വീടുകളിലേക്കും എത്തുന്ന 27 ലക്ഷം ആളുകൾക്ക് സൗജന്യമായി കിട്ടുന്ന ലോകത്തൊരിടത്തുമില്ലാത്ത പദ്ധതി, ഒരൊറ്റ സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത പദ്ധതി, സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഈ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത പദ്ധതി ഈ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ അതിനെതിരെ കള്ളക്കേസും കൊടുത്തുകൊണ്ട് ആ പദ്ധതി അട്ടിമറിക്കാനാണോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോകേണ്ടത്? ഇപ്പൊ നമുക്കറിയാം ജലമെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ഒരിടത്തുമില്ലല്ലോ ജലമെട്രോ. ജപ്പാൻ സഹായത്തോടെ ജർമ്മൻ സഹായത്തോടെ ഇവിടെ നടപ്പാക്കുന്ന ഈ പദ്ധതി മറ്റൊരു സംസ്ഥാനത്തുമില്ല. കൈയടിച്ച് സ്വീകരിക്കേണ്ട ആ പദ്ധതിയിൽ നിന്നടക്കം ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിന്ന് ആക്ഷേപം ഉന്നയിക്കുകയല്ലേ? അതുതന്നെയല്ലേ AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നമ്മൾ കണ്ടത്. അപ്പോൾ സഹകരിക്കേണ്ട മേഖലകളിൽ നിന്നെല്ലാം
സഹകരിക്കാതെ നിസ്സഹകരണം കാണിച്ച് അതിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയി അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്നൊരു അഡ്മിഷൻ കിട്ടിയാൽ മാസങ്ങൾ വർഷങ്ങൾ ആ കേസ് തള്ളി മാറ്റി ഈ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്. അത് ഏതായാലും കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. നിശ്ചിതമായിട്ടുള്ള വിമർശനം കോടതി ഉന്നയിച്ചിരിക്കുന്നു, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ തെളിവ് പോലും ഹാജരാക്കാൻ കഴിയുന്നില്ല. ഭാവിയിൽ വരാൻ പോകുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ ഹാജരാക്കാം തെളിവായി എന്നതാണ് പറയുന്നത്. അപ്പോഴാണ് കോടതി ചോദിച്ചത് 100-ൽ-പരം പേജുകൾ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുടെ സാന്നിധ്യം എക്സിബിറ്റായിട്ട് 10-ലധികം ഡോക്യുമെന്റുകളും കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം വെറും ഒരു പേപ്പർ എഴുതിയിടുകയല്ല ചെയ്തത്. അതെ, 500-ലധികം പേജുകൾ. അതെ, ഈ റിട്ട് പെറ്റീഷനിൽ 500-ലധികം പേജുകൾ ഉള്ള വളരെ വിശദമായിട്ടുള്ള റിട്ട് പെറ്റീഷനാണ്. ഹൈക്കോടതിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ അഭിഭാഷകരിൽ ഒരാളാണ് അവർക്ക് വേണ്ടി ഹാജരായത്. 582 പേജുണ്ട്. 582 പേജുള്ള റിട്ട് പെറ്റീഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഹാജരാക്കിയിട്ട് അതിൽ ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ പേജുകളുണ്ട്, പക്ഷെ തെളിവുകളില്ല. അങ്ങനെയാണോ ഈ കേരളത്തിന്റെ മുഖം മാറ്റുന്ന, രാജ്യത്തിന് മുന്നിൽ ലോകത്തിന് മുന്നിൽ മാതൃകയാക്കുന്ന ഒരു പദ്ധതിയെ അട്ടിമറിക്കാൻ കണ്ടതാണ്? അതുപോലെ ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിന്റെ പാരഗ്രാഫ് ചൂണ്ടിക്കാട്ടി ഇതാ കെ ഫോണിനെ കുറിച്ച് ധനകാര്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ഹൈക്കോടതിയെ ധരിപ്പിച്ചില്ലേ? അല്ല, ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ സ്വപ്ന പദ്ധതിയാണല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത പദ്ധതി. ലോകത്തൊരിടത്തും ഒരു സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഈ കേരളത്തിൽ ആദ്യമായിട്ട് വരികയാണ്. അത് നിശ്ചിത പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇത്ര കണക്ഷൻ കൊടുത്തോ എന്നതാണെങ്കിൽ അതിന് മറുപടിയുണ്ട്. കാരണം കോവിഡ് കാലത്തും പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ പദ്ധതി കമ്മീഷൻ ചെയ്ത് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതല്ലല്ലോ ഇവിടെ ചോദിക്കുന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും വസ്തുത വേണ്ടേ? ഏതെങ്കിലും തരത്തിൽ അതിന് ഡിലേ വന്നത് ചോദിച്ചുകൊണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ലല്ലോ ചൂണ്ടിക്കാണിക്കുന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ബെഞ്ചിൽ വരുമ്പോൾ ഏതെങ്കിലും വസ്തുതകൾ ചൂണ്ടിക്കാണിക്കണ്ടേ? അതൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, നാണം കെട്ട് തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യത്തിലും സ്വയം ന്യായീകരിച്ച് തള്ളിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്തുമില്ല, എതിർഭാഗം നോട്ടീസുമില്ല. ആ റിട്ട് പെറ്റീഷനിലെ പ്രധാന പാരഗ്രാഫ് തിരുത്തി കൊണ്ടുവരാൻ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ആക്ഷേപിച്ച് വിടുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായത്. അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ഉന്നയിക്കുക. അതുപോലെ ഈ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ടാണ്, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു നവകേരള നിർമ്മിതിയിലേക്ക് വേണ്ടിയിട്ടാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക.